നമ്മുടെ ഓപ്പൺ കോഴ്സ് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് ഓട്ടോമേഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറഞ്ഞു തരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും PDF അയച്ചിട്ടുണ്ട്. അതൊക്കെ പഠിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടി നോക്കുക കേട്ടോ. അപ്പോൾ 60 മാർക്കിലാണ് നമുക്ക് എക്സാം വരുന്നത്. ആദ്യത്തെ ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരിക. ചിലപ്പോൾ 12 എണ്ണം തന്നിട്ട് 10 എണ്ണം അറ്റൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് പറയുക കേട്ടോ. അപ്പോൾ എല്ലാവരും 2 മാർക്ക്. അപ്പോൾ 2 മാർക്കിനൊക്കെ വരുമ്പോൾ നിങ്ങൾ എത്രത്തോളം എഴുതണം, കുറച്ച് കാര്യങ്ങൾ എഴുതിയാൽ മതി. ഒന്നും അറിയില്ലെങ്കിൽ ഇപ്പോൾ MS പവർ പോയിൻ്റ് അല്ലെങ്കിൽ MS വേർഡ് അല്ലെങ്കിൽ MS എക്സലിൽ വരുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി ചോദിച്ചാൽ നിങ്ങൾക്കത് ചെയ്യാൻ അറിയില്ല, അതെങ്ങനെയാണ് വഴിയെന്ന് അറിയില്ലെങ്കിൽ ആ MS പവർ പോയിൻ്റ് എക്സൽ എന്താണെന്ന് എഴുതി വയ്ക്കുക. മാർക്ക് ഇടാൻ എപ്പോഴും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കണം, എന്നാലേ ടീച്ചേഴ്സിനെ എന്തെങ്കിലുമൊക്കെ മാർക്കിട്ട് നിങ്ങളെ ജയിപ്പിക്കാൻ പറ്റുള്ളൂ. സോ മിസ് ഇനി അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആനിമേറ്റഡ് പിക്ചർ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക, ഹൗ ടു ഇൻസേർട്ട് ആനിമേറ്റഡ് പിക്ചർ ഇൻ MS പവർ പോയിൻ്റ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ MS പവർ പോയിൻ്റ് എന്താണെന്ന് എഴുതി വയ്ക്കുക. അതിൽ എന്തൊക്കെ ഉണ്ട്, സ്ലൈഡ്സ് ഉണ്ട്, നമുക്ക് ആനിമേഷൻ ചെയ്യാൻ പറ്റും, പ്രസൻറ്റേഷനാണ് യൂസ് ചെയ്യുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിക്കുക. അത് ഓരോന്നും മിസ് താഴെ പറയുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് അപ്പോൾ പറയാം. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് മിക്കതും ഇൻസേർട്ട് ടാബിലായിരിക്കും എടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഗോ ടു ദി ഇൻസേർട്ട് ടാബ്. ഇവിടെ നമുക്ക് പിക്ചർ ആനിമേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യണം, എന്നിട്ടേ ആനിമേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസേർട്ട് ടാബിൽ പോവുക, ക്ലിക്ക് പിക്ചേഴ്സ്, ഏതെങ്കിലും ഒരു ഓൺലൈൻ പിക്ചറോ അല്ലെങ്കിൽ ഫയലിൽ നിന്നുള്ള പിക്ചറോ സെലക്ട് ചെയ്യുക. പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചറും നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു സെലക്ഷൻ കൊടുത്തിട്ട് ആനിമേഷൻ ടാബ്, മുകളിൽ ആനിമേഷൻ, ട്രാൻസിഷൻ, സ്ലൈഡ് ഷോ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്യുക, ഏതെങ്കിലും ഒരു ആനിമേഷൻ കൊടുക്കുക. ഫ്ലൈയിനൊക്കെ ഒരു എക്സാമ്പിളാണ്. പറന്ന് വന്ന് പിക്ചർ ഇരിക്കുക, അല്ലെങ്കിൽ ബൗൺസ് ചെയ്ത് ബോളൊക്കെ ബൗൺസ് ചെയ്ത് പോകുന്ന പോലെ പിക്ചർ ഇങ്ങനെ ബൗൺസ് ചെയ്ത് പോകുക. അങ്ങനെ പല ആനിമേഷനും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ആനിമേഷൻസ് നമ്മൾ എടുക്കുക. ഇനി ആ ആനിമേഷന് നമുക്ക് ടൈമിംഗ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, എത്ര ടൈം ആനിമേറ്റ് ചെയ്യണം ആ പിക്ചർ എന്നുള്ളത്. ഇനി നെക്സ്റ്റ് വൺ, ഹൗ ക്യാൻ എ മാക്രോ ബി ക്രിയേറ്റഡ് യൂസിങ് മാക്രോ എഡിറ്റർ എന്ന്. അപ്പോൾ എന്താണ് മാക്രോ എന്ന് നോക്കണം. മാക്രോ എന്ന് നോക്കി കഴിഞ്ഞാൽ മാക്രോ ഈസ് എ ഷോർട്ട് കട്ട് ഫോർ പെർഫോമിങ് റിപ്പീറ്റഡ് ആക്ഷൻ ഓട്ടോമാറ്റിക്കലി. ചില ആക്ഷൻസ് ഒരു ആക്ഷൻ നമുക്ക് പലതവണ റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് മാക്രോ യൂസ് ചെയ്യുക. അതിൻ്റെ സ്റ്റെപ്സ് മിസ് അവിടെ താഴെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. വ്യൂവിലാണ് മാക്രോസ് കാണുക കേട്ടോ. എന്നിട്ട് അതിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അപ്പോൾ ആദ്യം എന്താണ് സോഫ്റ്റ്വെയർ എന്ന് അറിഞ്ഞു വയ്ക്കുക. കാരണം ഇവിടെ 2 മാർക്കിനെ വന്നിട്ടുള്ളൂ, പക്ഷേ ഇത് 10 മാർക്കിന് വന്നാൽ നിങ്ങൾക്ക് എഴുതാറിയണം. അപ്പോൾ അതുകൊണ്ട് 10 മാർക്കിന് വരുമ്പോൾ നമ്മൾ A to Z കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ അതിൽ കണ്ടൻറ്റ് എന്താണോ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണം അതിൻ്റെ കാര്യങ്ങൾ എഴുതുക. 3ാമത്തെ പാരഗ്രാഫിൽ കൺക്ലൂഷൻ, ഇതിങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു 3 പാരഗ്രാഫായിട്ട് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും അതുപോലെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 2 മാർക്കിൻ്റെ സോഫ്റ്റ്വെയർ 2 മാർക്കിൻ്റെ കുറച്ച് എഴുതിയാൽ മതി, പക്ഷേ മിസ് ഇത് 10 മാർക്കിന് വന്നാലും എങ്ങനെ എഴുതാമെന്നുള്ള രീതിയിലാണ് ആൻസേഴ്സ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ സെറ്റ് ഓഫ് പ്രോഗ്രാം ആൻഡ് ഇൻസ്ട്രക്ഷൻ ദറ്റ് ടെൽ എ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു. ഒരു കമ്പ്യൂട്ടറിനോട് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ ആണ്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക, അതാണ് സോഫ്റ്റ്വെയർ ചെയ്യുന്നത്. ഒരു സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ എന്താണ്, ഒരു മെഷീൻ മാത്രമാണ്, ഒരു ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു മെഷീൻ. അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അവരെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ആ കുട്ടി പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ് കൊടുക്കുക, നമ്മൾ പറയണതാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഈ സോഫ്റ്റ്വെയറിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഒന്നാണ് ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റില്ല. സോഫ്റ്റ്വെയർസിനെ പറ്റുമോ? ഇല്ല. ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ CPU, കീബോർഡ്, മൗസൊക്കെ, അതിനൊക്കെ നമുക്ക് തൊടാൻ പറ്റും, കാണാൻ പറ്റും. പക്ഷേ ഇതിനെ നമുക്ക് എന്ത് പറ്റില്ല, തൊടാൻ പറ്റില്ല. ഇനി ഇതെന്താണ്, ഇൻസ്ട്രക്ഷൻ ആണ്. കമ്പ്യൂട്ടറിനോട് എന്ത് ചെയ്യണം എന്ന് പറയുന്ന ആളാണ്. ടെൽ ദ കമ്പ്യൂട്ടർ വാട്ട് ടു ഡു. നെക്സ്റ്റ്, അപ്ഡേറ്റ് ആൻഡ് അപ്ഗ്രേഡ്. സോഫ്റ്റ്വെയർ ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ യൂസ് ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഓരോ അപ്ഗ്രേഡേഷൻ വരും, ഓരോ അപ്ഡേറ്റ്സ് വരും, അതൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ഇനി യൂസർ ഫ്രണ്ട്ലി. സോഫ്റ്റ്വെയർസ് എപ്പോഴും എന്താ, യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം അവർക്ക് ഒന്നും അറിയാത്ത ഒരാൾക്കും അത് യൂസ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ക്ലാസ്സിലിരുന്ന് ഗെയിം കളിക്കണം പോലെ, എന്താ പറയുക, കളിക്കുമ്പോൾ എന്താ അതിനെക്കുറിച്ചൊരു വിവരമില്ലാത്ത ആൾക്കാരാണെങ്കിലും ആ ഗെയിമിൻ്റെ ഇതിൽ ഇൻസ്ട്രക്ഷൻസ് അറിയണോണ്ട് നിങ്ങളത് കളിക്കും. ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ കൺട്രോൾ ആൻഡ് മാനേജ് ദ ഹാർഡ്വെയർ ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ മാനേജ് ചെയ്യേണ്ടത് ഈ സോഫ്റ്റ്വെയറാണ്. ഇപ്പം നമ്മുടെ യൂസ് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ, അതിലിപ്പോൾ വാട്സപ്പ് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു മൊബൈൽ എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ആണ്. അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇതിലുള്ള സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ നമുക്കറിയാം, ഒരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോ, ലിനക്സ് ഒക്കെ നമ്മുടെ ഇതിൽ ലാപ്ടോപ്പിൽ, കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമ്മൾ കയറ്റും. ഓക്കെ. ഇപ്പോൾ ഇതിലാണെങ്കിൽ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ നമുക്ക് iOS അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇനി സിസ്റ്റം സോഫ്റ്റ്വെയർ കഴിഞ്ഞു. സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്, എന്തൊക്കെ ടൈപ്പ് സോഫ്റ്റ്വെയർസ് എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലായി. സിസ്റ്റം സോഫ്റ്റ്വെയർ എന്താണെന്ന് മനസ്സിലായി. ഹാർഡ്വെയറിനെ എന്ത് ചെയ്യാണ്, ഹാർഡ്വെയർ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് പറയുന്നത് ആരാ, സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്.
ഇപ്പോൾ കീബോർഡ് ആയാലും മൗസ് ആയാലും എന്ത് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ എന്താ? ഇസ് എ ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാം ഡിസൈൻ ടു ഹെൽപ്പ് യൂസേഴ്സ് പെർഫോം സ്പെസിഫിക് ടാസ്ക്. സോഫ്റ്റ്വെയറിൽ 2 ടൈപ്പ്: സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതിൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ടാസ്ക് ചെയ്യണം എന്ന് പറയുന്നു. അതെന്താണ്? ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. ഓക്കെ, അപ്പോൾ യൂസർ എന്ത് ടാസ്ക് ചെയ്യണം എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇപ്പോൾ നമുക്ക് എക്സലിൽ പോയിട്ടൊരു ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യണം. അവിടെ എന്താ ചെയ്യുന്ന ടാസ്ക്? യൂസർ ചെയ്യുന്ന ടാസ്ക് എന്താ? കാൽക്കുലേഷനാണ്. അപ്പോൾ അത് പറയുന്നത് ആ ആപ്ലിക്കേഷനാണ്. ഓക്കെ, MS എക്സൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ MS പവർ പോയിൻ്റ് എടുത്തു, PPT ഉണ്ടാക്കണമെന്ന് യൂസറിനോട് പറയുന്നത് ആ ആപ്പാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ബോക്സിൽ മിസ് തന്നിരിക്കുന്നതാണ് കേട്ടോ, എല്ലാം പറയുന്നുണ്ട്. പർപ്പസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റം സോഫ്റ്റ്വെയർ റൺസ് ദ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ എങ്ങനെ റൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. ഇപ്പോൾ നമുക്ക് പ്രിൻറ്റ് ചെയ്യണം, അതൊരു പ്രിൻ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഹാർഡ്വെയർ എങ്ങനെ റൺ ചെയ്യണം എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽപ്പ് ദ യൂസർ ഡു സ്പെസിഫിക് വർക്ക്. എനിക്കൊരു PPT ഉണ്ടാക്കണം. ഓക്കെ, അതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആ PPT ഉണ്ടാക്കാൻ യൂസറിൻ്റെ വർക്കിനെ ഈസി ആക്കി കൊടുക്കുന്നു. എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട് വിൻഡോ ലിനക്സ്, അതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ MS വേർഡ് അല്ലെങ്കിൽ എക്സൽ. നെക്സ്റ്റ് വൺ റൺസ് ഓൺ ഡയറക്റ്റ്ലി ഓൺ ഹാർഡ്വെയർ. ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ വിൻഡോ ഒക്കെ എവിടെയാണ് റൺ ചെയ്യുന്നത്? നമ്മുടെ സിസ്റ്റത്തിലാണല്ലോ റൺ ചെയ്യുന്നത്. അപ്പോൾ ആ ഹാർഡ്വെയറിൽ അത് റൺ ചെയ്യുന്നു. റൺസ് ഓൺ സിസ്റ്റം സോഫ്റ്റ്വെയർ. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ റൺ ചെയ്യുന്നു. സിസ്റ്റം സോഫ്റ്റ്വെയർ ഹാർഡ്വെയറിൽ റൺ ചെയ്യുന്നുണ്ട്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഈ സിസ്റ്റം സോഫ്റ്റ്വെയറിൽ റൺ ചെയ്യുന്നു. ഇപ്പോൾ പറഞ്ഞു നമ്മൾ വിൻഡോ ലിനക്സ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലാണ് ഈ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ റൺ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് യൂസർ ഇൻട്രാക്ഷൻ. ഈ ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ ആയിട്ട് യൂസറിന് അധികം ഇൻട്രാക്ഷൻ ഇല്ല. വിൻഡോ അതുപോലെ ലിനക്സ്, ഉബണ്ടു ഇതൊന്നും ആയിട്ട് നമ്മൾ അധികം ഓപ്പറേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ അതിലുള്ള PPT, എക്സൽ, വേർഡൊക്കെ ആയിട്ട് നമ്മൾ നന്നായി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫൈൻ ക്ലൈൻറ്റ് എന്ന് പറയുന്നത്. ക്ലൈൻറ്റ്, സെർവർ. ക്ലൈൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് എടുത്തു, നിങ്ങൾ എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലൈൻറ്റാണ്, നിങ്ങളൊരു കാര്യം സെർച്ച് ചെയ്യാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ് പേജ് കിട്ടുകയാണെങ്കിൽ അത് ആരാ തരുന്നത്? സെർവറാണ് തരുന്നത്. അപ്പോൾ നിങ്ങളൊരു റിക്വസ്റ്റ് കൊടുക്കുന്നു, അതാണ് ഞാൻ സെർച്ച് ചെയ്യുന്നു, അവർ നമുക്ക് റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് അവർ തരുന്ന വെബ് പേജ്. ക്ലൈൻറ്റ് ഇസ് എ കമ്പ്യൂട്ടർ ഓർ ഡിവൈസ് ദാറ്റ് റിക്വസ്റ്റ് സർവീസർ. നമ്മൾ ഈ മൊബൈലിലൂടെ ആയാലും കമ്പ്യൂട്ടറിലൂടെ ആണെങ്കിലാണല്ലോ ഈ റിക്വസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതാണ് അവിടുത്തെ ക്ലൈൻറ്റ്. അത് എന്തിനു വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യണത്? എനിക്കൊരു സർവീസ് വേണം. നമ്മുടെ സർവീസ് എന്താ? എനിക്കൊരു പേജ് വേണം എന്ന് പറയുന്നത്. അപ്പോൾ അതാരാണ് തരുന്നത്? ആ തരുന്ന ആളാണ് സെർവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ക്ലൈൻ്റാണ്. ഞാൻ വെബ് ബ്രൗസർ ഗൂഗിളിലാണല്ലോ ടൈപ്പ് ചെയ്യുന്നത്, അപ്പോൾ അത് ക്ലൈൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു വെബ് പേജിന് വേണ്ടിയിട്ട്. അതാരാ തരുന്നത്? വെബ് സെർവർ. ക്ലിയർ ആയില്ലേ? ഇനി വാട്ട് ഈസ് ലെയറിംഗ് ഒബ്ജക്റ്റ്? ലെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയറിംഗ് ഒബ്ജക്റ്റ് മീൻസ് അറേഞ്ചിങ് ഒബ്ജക്റ്റ് വൺ ഓവർ അനദർ. ലെയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുക. പവർ പോയിന്റിൽ ഇപ്പോൾ ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു പിക്ചർ കൊടുത്തു, ആ പിക്ചറിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും സെൻറ്റൻസുകൾ വരണമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ പിക്ചർ വെച്ച് അതിന് മുകളിലായിട്ട് നമ്മൾ ആ സെൻറ്റൻസ് കീപ്പ് ചെയ്യണതാണ് ലെയറിംഗ് എന്ന് പറയുന്നത്. അത് ഫ്രണ്ടിലേക്ക് പോകണോ ബാക്കിലേക്ക് പോകണോ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾ പോസ്റ്ററൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻവയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചർ എഡിറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കാര്യങ്ങൾ. ഇനി ഹൗ ടു ആഡ് ഇമേജസ് ടു അവർ ഡോക്യുമെൻറ്റ്. എൻ്റെ ഡോക്യുമെൻറ്റിന് നമുക്ക് എങ്ങനെ ഇമേജ് ആഡ് ചെയ്യാമെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആഡ് ചെയ്യണ കാര്യങ്ങളൊക്കെ എവിടെയാണ് ഉണ്ടാവുക? ഇൻസേർട്ടിലുണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക, അതിൽ പിക്ചർ പോവുക. പിക്ചർ അപ്പോൾ അവർ ചോദിക്കും നിങ്ങൾക്ക് ഡിവൈസിലുള്ള പിക്ചർ വേണോ ഓൺലൈൻ പിക്ചർ വേണോ എന്നൊക്കെ നോക്കും. നമ്മളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ടിന് താഴെ ഉണ്ടാവുക, ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഒരു പിക്ചറിൻ്റെ ഷേപ്പും സൈസൊക്കെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. 7th ക്വസ്റ്റ്യൻ, ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാത്തൊരു ലാംഗ്വേജ്, C++, പൈത്തൺ, ജാവ, ഇത് കുറേ പേർക്ക് അറിയായിരിക്കും കേട്ടോ, കുറേ പേർക്കൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ വലിയ വലിയ ലാംഗ്വേജസ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അതെന്താണ്? യൂസർ ഫ്രണ്ട്ലി ആണ്, ഹ്യൂമൻ ലാംഗ്വേജിനോട് കുറച്ച് സാമ്യപ്പെടുത്താം ചില കാര്യങ്ങൾ. ഇപ്പോൾ ഇങ്ങനെയുള്ള ലാംഗ്വേജിൽ ഗെറ്റൊക്കെ ഉണ്ടാവും, ഗെറ്റും പ്രിൻറ്റും എന്തിനാണെന്ന് നിങ്ങൾക്ക് നോർമലി അറിയാം, അത് തന്നെ. അപ്പോൾ യൂസറിനോട് കുറച്ചും കൂടിയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ്, നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. പിന്നെ ഡിഫൈൻ വാൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ വലിയൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരാവുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഡിഫൈൻ വാൻ എന്നല്ല വരിക, നെറ്റ്വർക്ക്സ് എന്താണെന്ന് ചോദിക്കുക. ലാൻ, വാൻ, മാൻ, പാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. വാൻ എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഇറ്റ് കണക്ട് കമ്പ്യൂട്ടേഴ്സ് അക്രോസ് ലാർജ് ജിയോഗ്രാഫിക് ഏരിയ. വലിയൊരു സിറ്റിയിൽ, വലിയൊരു കൺട്രിയിൽ എനിക്ക് നെറ്റ്വർക്ക് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ പല കമ്പ്യൂട്ടേഴ്സും തമ്മിലൊരു കണക്ഷൻ വേണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ് WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്.
എക്സാമ്പിളാണ് നമ്മുടെ ഈ ഇൻ്റർനെറ്റ്. ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് CPU. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ 10 മാർക്കിന് വരാം. അപ്പം നിങ്ങൾ എന്ത് എഴുതണം? ആദ്യം എന്താണ് ഒരു കമ്പ്യൂട്ടറിന് എഴുതണം. കമ്പ്യൂട്ടർ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു, കമ്പ്യൂട്ടറിൽ എത്ര പാർട്സ് ഉണ്ട്, അതിലൊരു പാർട്ടാണ് CPU. എന്നിട്ട് CPU-നെ വിശദീകരിക്കുക. അപ്പോൾ 10 മാർക്കൊക്കെ അവർ ഇട്ടുതരും. എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാതും അറിയാം. കമ്പ്യൂട്ടർ എന്താ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മെഷീനാണ് ദാറ്റ് ക്യാൻ സ്റ്റോർ. അതിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. The computer is a machine that can store, process and display data. എന്തെങ്കിലും ഒരു കാര്യം സ്റ്റോർ ചെയ്യാൻ പറ്റും, പ്രോസസ്സ് ചെയ്യാൻ പറ്റിയ കാൽക്കുലേഷൻസോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഡാറ്റ നിങ്ങൾക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാം. ഇനി അതിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നതാണ് ഇൻപുട്ട്, ടേക്കിംഗ് ഡാറ്റ. നമ്മുടെ യൂസറിൻ്റെ കയ്യിൽ നിന്ന് കീബോർഡ് വഴി നമ്മൾ ഡാറ്റ കൊടുക്കില്ലേ, ഇൻപുട്ട് കൊടുക്കുന്നു. പ്രോസസ്സിങ്, ആ ഡാറ്റ അവരെന്തെങ്കിലും വർക്ക് ചെയ്യും. ഔട്ട്പുട്ട്, നിങ്ങൾക്ക് ആ ഡാറ്റ എവിടെ കാണാം, സ്ക്രീനിൽ കാണാം. ഇനി എനിക്കത് സ്റ്റോർ ചെയ്ത് വെക്കണം. നിങ്ങൾ കുറേ പേരുണ്ടാക്കിയ PPT വേർഡൊക്കെ ഞാൻ എൻ്റെ ലാപ്പിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറേജ് ഉണ്ട് അതിന്. ഓക്കെ, പിന്നെ അതിൻ്റെ മെയിൻ കമ്പോണൻസ് ഏതാ? കമ്പ്യൂട്ടറിന് ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, കീബോർഡ്, മൗസ്, സ്കാനർ, അങ്ങനെ കുറേ. ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കണതാണ്. കീബോർഡ് വഴി കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലേക്കാണ് ഡാറ്റ കൊടുക്കുക, മൗസ് വഴിയും സ്കാനർ വഴിയും. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്കാൻ ചെയ്ത് കയറ്റില്ലേ, അതുപോലെ. ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്നതാ, സ്ക്രീനിൽ കാണാം, അതാണ് മോണിറ്റർ. പ്രിൻ്റ് ഔട്ട്, നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം പ്രിൻ്ററിലൂടെ. സ്പീക്കർ, പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ പാട്ട് വെച്ചാൽ പുറത്തേക്ക് കേൾക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസ്. ഇനി CPU-ലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റാണ്, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്നാണ് നമ്മളതിന് പറയുക. അതിലുള്ളതാണ് ALU, അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യണ ആൾ. CU, കൺട്രോൾ യൂണിറ്റ്, എല്ലാ ഓപ്പറേഷനെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ്. മെമ്മറി, എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്ന ആൾ. പിന്നത്തെ ഒരാൾ മെമ്മറി യൂണിറ്റാണ്, റാം, റോം, ഹാർഡ് ഡിസ്ക്, പെൻഡ്രൈവ് ഒക്കെ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചാൽ, കമ്പ്യൂട്ടർ സ്പീഡാണ്, നല്ല ഫാസ്റ്റിൽ വർക്ക് ചെയ്യും. അക്യുറസി, കറക്റ്റായിട്ടുള്ള റിസൾട്ടാണ് നമുക്ക് തരിക. സ്റ്റോറേജ്, നല്ല സ്റ്റോറേജ് ഉണ്ട്. വേഴ്സാറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് ടാസ്ക് അറ്റ് എ ടൈം നമുക്ക് ചെയ്യാൻ പറ്റും. ഡെലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാർ ഒരു പണി ഒരു 16 വട്ടം എടുക്കുമ്പോൾ നമുക്ക് വയ്യാണ്ടാവും, പക്ഷേ കമ്പ്യൂട്ടറിന് വയ്യാണ്ടാവും ഇല്ല. ആളൊരു 16,000 അല്ലെങ്കിൽ ഒരു 16 കോടി ആൾക്കാരുടെ ഡാറ്റ വേണമെങ്കിൽ പ്രോസസ്സ് ചെയ്യും. ഓട്ടോമേഷൻ, വർക്ക്സ് ഓട്ടോമാറ്റിക്കലി, ഓരോ ഇൻസ്ട്രക്ഷനും ആൾ ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കും, ആൾക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, എന്താണ് CPU എന്നാ. അപ്പോൾ 10 മാർക്കിന് വന്നു കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ഇൻട്രഡക്ഷനും ഓരോരോ കാര്യങ്ങളായിട്ട് കൊടുക്കണം. എന്നിട്ട് CPU-ലേക്ക് എത്തണം. CPU എന്ന് പറയുന്നത് ഇപ്പോൾ മിസ് പറഞ്ഞു, ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറാണ്, എല്ലാ ടാസ്കുകളും വരും. അതിലുള്ള ആൾക്കാർ ALU, CU, രജിസ്റ്റേഴ്സ്, സ്റ്റോറേജ്, അതൊക്കെ ഉണ്ടെന്ന് പറയണം. ഓക്കെ, ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇൻ MS വേർഡ്. അപ്പം നിങ്ങൾക്ക് അറിയില്ല സ്പെല്ലിങ്ങും ഗ്രാമറും ഇങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് അറിയില്ല എന്ന് വിചാരിക്കുക. പക്ഷെ അവിടെ ഒരാളെ നിങ്ങൾക്കറിയാം MS വേർഡ് എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ MS വേർഡ് എന്താണെന്ന് എഴുതി വയ്ക്കണം. ഇനി എന്തിനാണ് സ്പെല്ലിംഗ് ഗ്രാമറും ചെക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ അത് എന്തിനാണെന്ന് എഴുതി വയ്ക്കുക. അപ്പോൾ ഇവിടെ നോക്കിയേ, MS വേർഡ് അതിൻ്റെ ഫുൾ നെയിം ഇതാണ്, മൈക്രോസോഫ്റ്റ് വേർഡ് ഈസ് എ വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ്. അപ്പോൾ MS വേർഡ്, MS പവർ പോയിൻ്റ്, MS എക്സൽ എന്നൊക്കെ പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് എന്നാണ് അർത്ഥം. MS ആ മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കിയതാണ് ഇവരൊക്കെ. ഓക്കെ, ഇത് യൂസ് ചെയ്യേണ്ടത് എന്തിനാ? ക്രിയേറ്റ്, ഉണ്ടാക്കാൻ, എഡിറ്റ്, മാറ്റങ്ങളൊക്കെ വരുത്താൻ, ഫോർമാറ്റ് ആൻഡ് പ്രിൻ്റ് ടെക്സ്റ്റ് ഡോക്യുമെൻറ്റ് സച്ചാസ്, നിങ്ങൾക്കൊരു ലെറ്റർ എഴുതണം, റിപ്പോർട്ട് ഉണ്ടാക്കണം, റെസ്യൂം ഉണ്ടാക്കണം, നോട്ടീസ് ഉണ്ടാക്കണം, ഇതിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് വേർഡ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഇനി ഇതിൽ സ്പെല്ലിംഗ് ഗ്രാമറൊക്കെ ചെക്ക് ചെയ്യുക? അതിൻ്റെ ഓപ്ഷൻ കിടക്കുന്നത് റിവ്യൂ ടാബിലാണ്. റിവ്യൂവിലാണ് സ്പെല്ലിങ്ങും ഗ്രാമറിൻ്റെയും കിടക്കുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ നമ്മൾ എന്താ പറയുക, എറർസൊക്കെ നമ്മൾ കണ്ടെത്തി സജഷൻസ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി MS വേർഡിൻ്റെ കുറച്ച് യൂസസ് ആണ് പറയുന്നത് കേട്ടോ. 10 മാർക്കിന് വന്നാലോ. MS വേർഡ് ലെറ്റേഴ്സ് ഉണ്ടാക്കാം, റിപ്പോർട്ട് ഉണ്ടാക്കാം, റെസ്യൂം ഉണ്ടാക്കാം, ഇൻസേർട്ട് പിക്ചേഴ്സ്. MS വേർഡിൽ നമുക്ക് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാം, ടേബിൾ ഇൻസേർട്ട് ചെയ്യാം, ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം. സ്പെല്ലിംഗ് ഗ്രാമറൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ വെച്ചു, ആൾക്കാർക്ക് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കണം, ഫോം കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും, പ്രിൻ്റ് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് സേവ് ചെയ്യാം, അങ്ങനെയൊക്കെ പറ്റും. MS പവർ പോയിൻറ്റിൽ കുറേ ഭാഗങ്ങളുണ്ട്. കുറച്ച് ഭാഗങ്ങളാണ് ടൈറ്റിൽ ബാർ, എന്താണ് ഡോക്യുമെൻറ്റിൻ്റെ പേരൊക്കെ കൊടുക്കും. റിബൺ, അതിലാണ് ഹോം, ഇൻസേർട്ട്, ലേഔട്ട്, റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ വർക്കിംഗ് ഏരിയ, നിങ്ങൾ ആ ഡോക്യുമെൻറ്റിൽ നിങ്ങൾ കുറേ ലെറ്റേഴ്സ് അതൊക്കെ ടൈപ്പ് ചെയ്യണില്ലേ, അതാണ് വർക്കിംഗ് ഏരിയ. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ചില ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടാകും, സേവ്, അൺഡു, റിഡോ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലായിട്ട്. സ്റ്റാറ്റസ് ബാർ, പേജ് നമ്പർ, അത് താഴെ ഉണ്ടാവുന്നതാട്ടോ, പേജ് നമ്പർ, വേർഡ് കൗണ്ട്, എത്ര വേർഡായി എന്നൊക്കെ കാണിക്കാൻ. സ്ക്രോൾ ബാർ, സൈഡിലായിട്ട് നിങ്ങൾ താഴേക്കും മുകളിലേക്കും മൂവ് ചെയ്യുന്ന ഒരാളെ കണ്ടിട്ടില്ലേ, ആൾ. ഇനി MS വേർഡിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞത് തന്നെയാണ് ഇനിയും പറയുന്നത് കേട്ടോ. ഫോർമാറ്റിംഗ് ടെക്സ്റ്റ്, ഫോണ്ട്, സൈസ്, കളർ, അലൈൻമെൻ്റ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റും. സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് ടൂള്, ഇമേജ്, ടേബിൾ, ചാർട്ട്, ഷേപ്പ്, വേർഡ് ആർട്ട്, ഇതൊക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. പേജ് ലേഔട്ട്,
മാർജിൻ സെറ്റ് ചെയ്യാൻ പറ്റും, ഓറിയൻറ്റേഷൻ മാറ്റാം, പേജ് സൈസ് മാറ്റാം. മെയിൽ മെർജ് ഞാൻ പറഞ്ഞു, ഒരു ലെറ്റർ ഞാൻ ഒരു ലെറ്റർ ഉണ്ടാക്കി, അതെനിക്ക് എൻ്റെ കമ്പനിയിലേക്ക് വന്ന 100 ആൾക്കാർക്കും എനിക്കിത് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ 100 ആളുടെ അടുത്ത് അയക്കേണ്ട, ഒരൊറ്റ ലെറ്റർ ഉണ്ടാക്കി എല്ലാവർക്കും എനിക്ക് ഓട്ടോമാറ്റിക്കലി സെൻഡ് ചെയ്യാൻ പറ്റും. ഹെഡർ ആൻഡ് ഫൂട്ടർ വെക്കാം, സേവ് ആൻഡ് പ്രിൻറ്റ്. ഇനി എങ്ങനെ ഒരു ഒരു വേർഡ് എടുക്കുക, MS വേർഡ് ഓപ്പൺ ചെയ്യുക, അതിൽ ഫയലിൽ ന്യൂവിൽ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. സേവ് ചെയ്യാൻ നിങ്ങൾക്കറിയാം, ഫയൽ സേവ് ആസിലാണ് ചെയ്യുക. എന്താ അതിൻ്റെ അഡ്വാൻറ്റേജസ്? നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റും, സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യാം, പിക്ചേഴ്സും ചാർട്ടും ഷേപ്പൊക്കെ ആഡ് ചെയ്യാം. അപ്പം നോക്കിയാൽ ഇപ്പോൾ ഈ പറഞ്ഞതെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ അത് പല രീതിയിൽ പല ഹെഡിങ് കൊടുത്ത് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം. അഡ്വാൻറ്റേജസ് ഇതാണ്, ഇത് ചെയ്യുന്ന ടാസ്ക് ഇതാണ്, അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു 10 മാർക്കിന് നിങ്ങൾക്ക് വലിച്ചു വാരി എഴുതാൻ പറ്റും. ഓക്കെ, ഇത് 6 മാർക്കിന് വന്നാലും എഴുതാം, 2 മാർക്കിന് വന്നാൽ കുറച്ച് എഴുതി അവസാനിപ്പിക്കുക കേട്ടോ. ഇനി വാട്ട് ഈസ് ക്ലയൻറ്റ് സെർവർ മോഡൽ എന്ന് പറഞ്ഞാൽ, ക്ലയൻറ്റ് ഇപ്പം നേരത്തെ മിസ് പറഞ്ഞു, നമ്മൾ യൂസ് ചെയ്യണ ലാപ്ടോപ്പോ ഫോണോ എന്തോ ആവാം ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ആ ക്ലയൻറ്റ് ഇൻ്റർനെറ്റിൽ പോയി അത് എന്ത് ചെയ്യാണ്, സെർച്ച് ചെയ്യുമ്പോൾ അത് നേരെ പോകുന്നത് വെബ് സെർവറിലേക്കാണ് കേട്ടോ. സെർവർ കേട്ടോ, അവിടെ WE എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, WEB ഉണ്ട്. അത് വെബ് സെർവറിലേക്ക് പോവും. ആളെന്ത് ചെയ്യും, ആൾ ഡാറ്റാബേസിലായിരിക്കും എല്ലാ ആൾക്കാരും വെച്ചിട്ടുണ്ടാവുക. അവിടുന്ന് ഞാൻ സെർച്ച് ചെയ്തത് എന്താണോ അത് പോയിട്ട് എടുത്തിട്ട് ആളെന്ത് ചെയ്യും, തിരിച്ച് ആ ഒരു ക്ലയൻറ്റിന് കൊടുക്കും. ഇതാണ് ക്ലയൻറ്റ് സെർവർ മോഡൽ. ഇതൊരു നെറ്റ്വർക്കർ മോഡലാണ്. ഒരു സെർവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്, കുറേ സർവീസസ് കൊടുക്കുന്നുണ്ട്. ക്ലയൻറ്റ് റിക്വസ്റ്റ് ചെയ്യും, അവിടുന്ന് സെർവർ എന്ത് ചെയ്യും, റെസ്പോണ്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരിക. പിന്നെ നോട്ട്ബുക്കും നെറ്റ്ബുക്കും തമ്മിലുള്ള വ്യത്യാസം, നോട്ട്ബുക്ക് എന്ന് പറയുന്നത് ലാർജറാണ്, നെറ്റ്ബുക്ക് കുറച്ച് ചെറുതാണ്. കുറച്ച് പവർഫുള്ളാണ് നോട്ട്ബുക്ക്, നെറ്റ്ബുക്ക് കുറച്ച് ചെറുതാണ്, കുറച്ച് പവർഫുള്ളാണ്. പിന്നെ സ്റ്റഡി വർക്കിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് നോട്ട്ബുക്ക്. പിന്നെ ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യാനാണ് നെറ്റ്ബുക്ക് ഉള്ളത്. പിന്നെ നെറ്റ്ബുക്കിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നോട്ട്ബുക്ക് എന്താണ്, കുറച്ച് ഹെവിയറാണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ 2 മാർക്കിന് എഴുതിയ പോലെ ആവരുത്, ഒരു പേജിൻ്റെ ഒരു പുറകിൽ നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ ഇതിൽ നിങ്ങളെങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്റ് എഡിറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് MS വേർഡിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം MS വേർഡിനെ പറ്റി എഴുതണം. നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ ഇങ്ങോട്ട് തിരിച്ചെഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ആ കാര്യങ്ങളൊക്കെ മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, മുമ്പിൽ പറഞ്ഞു തന്നെ. അതൊക്കെ ഞാൻ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വന്നു. എങ്ങനെയാണ് ഒരു MS വേർഡിൽ നമ്മൾ എങ്ങനെ ഡോക്യുമെൻ്റ് ഉണ്ടാക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എഡിറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഒരു ന്യൂ ഡോക്യുമെൻ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഫയലിൽ പോവുക, ന്യൂവിൽ പോവുക, ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ടൈപ്പ് ചെയ്തിട്ട് സേവ് ആസ് കൊടുക്കണം. ഇനി അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കട്ട് ചെയ്യാം, കോപ്പി ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഇനി ഫൈൻഡ് ആൻഡ് റീപ്ലേസ്, ഞാൻ പറഞ്ഞു നിങ്ങളോട്, എനിക്ക് ഇന്ന വാക്കുകൾ കമ്പ്യൂട്ടറിൽ നിന്നുള്ള വാക്കുകളൊക്കെ മാറ്റി റീപ്ലേസ് ചെയ്യണം. ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കൊടുത്താൽ ഫൈൻഡിൽ ഞാൻ എന്താണോ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് കമ്പ്യൂട്ടർ, അതിനെ എന്ത് വെച്ച് മാറ്റണം, റീപ്ലേസിൽ അത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഫോർമാറ്റിംഗ് ടൂൾസ് നിങ്ങൾക്കറിയാം, ബോൾഡ്, ഇറ്റാലിക്, ഫോണ്ടിൻ്റെ സൈസ് മാറ്റുക, കളർ മാറ്റുക, അതുപോലെ ഫോണ്ടിൻ്റെ ഓരോ രീതികൾ, ഫോണ്ട് സ്റ്റൈല് മാറ്റുക, ഇൻസേർട്ട് ചെയ്യുക, ഇമേജ്, ടേബിൾ, ഷേപ്പ്, അതൊക്കെയാണ് അതിൽ വരിക കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ, വേരിയസ് സ്റ്റോറേജ് ഡിവൈസസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് വേണം, നിങ്ങൾക്കിപ്പോൾ സ്റ്റോറേജ് ഡിവൈസ് ഒന്നും കിട്ടുന്നില്ല, അപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്ന് ആദ്യം എഴുതി വയ്ക്കുക. ഓക്കെ, പിന്നെ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി മിസ് പറയാം, പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ റാം, റോം നിങ്ങൾക്ക് അറിയാം, റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി എന്നൊക്കെ പറയും. റാം എന്ന് പറയുന്നത് ടെമ്പററി ആയിട്ട് കുറച്ച് സമയത്തേക്ക് മാത്രം ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. റോം എന്ന് പറഞ്ഞാൽ കുറേ സമയത്തേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. റീഡ് ഓൺലി മെമ്മറി അതൊരു പെർമനൻറ്റ് മെമ്മറിയാണ്. അപ്പോൾ അത് കൂടുതൽ പറഞ്ഞുതരാം കേട്ടോ. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഹാർഡ് ഡിസ്ക്, SSD എന്നൊക്കെ പറയുന്നത്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് എന്ന് വെച്ചാൽ പണ്ടുണ്ടായിരുന്ന CD, DVD അങ്ങനെയൊക്കെ പറയുന്നത്. പോർട്ടബിൾ സ്റ്റോറേജ്, എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഈ സ്റ്റോറേജ് കൊണ്ട് നടക്കാം. നിങ്ങളുടെ കയ്യിലുള്ള പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് അങ്ങനെ. ക്ലൗഡ് സ്റ്റോറേജ്, ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ് ഫോർ ഓൺലൈൻ സ്റ്റോറേജ്. ക്ലൗഡ് സ്റ്റോറേജ് എന്ന് വെച്ചാൽ ഈ ലോകത്തെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഈ ലോകത്തെ എവിടെയാണെങ്കിലും നമുക്ക് ആ സാധനം അവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇനി ഓരോന്ന് എന്താണെന്ന് നോക്കാം. പ്രൈമറി സ്റ്റോറേജ് ആണ് റാമും റോമും. പ്രൈമറി സ്റ്റോറേജ് എന്ന് വെച്ചാൽ എന്താ, ഇൻസൈഡ് ദ കമ്പ്യൂട്ടർ, മെയിൻ മെമ്മറി ആണത്, കമ്പ്യൂട്ടറിൻ്റെ അകത്താണ്. ഇറ്റ് സ്റ്റോർ ദ ഡാറ്റ ദ കമ്പ്യൂട്ടർ ഇസ് കറൻ്റ്ലി യൂസിങ്. അപ്പോൾ കറൻ്റ്ലി നമ്മുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുക. ഇനി ഇറ്റ് വർക്ക്സ് വെരി ഫാസ്റ്റ് ബട്ട് ഹാസ് ലിമിറ്റഡ് സ്പേസ്. നല്ല വേഗത്തിൽ പെർഫോം ചെയ്യും, പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ 2 ടൈപ്പാണ് റാമും റോമും. റാം
റാൻഡം ആക്സസ് മെമ്മറി അത് ടെമ്പററി മെമ്മറിയാണ്. ഡാറ്റ ഈസ് ലോസ്റ്റ് വെൻ ദ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓഫ്. കമ്പ്യൂട്ടർ നമ്മൾ ഓഫ് ചെയ്തു, അഥവാ പെട്ടെന്ന് നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ കറണ്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഡാറ്റ പോവും. റോം എന്ന് വെച്ചാൽ കറണ്ട് പോയാലും ഷട്ട് ഡൗൺ ചെയ്താലും അതവിടെ എടുക്കുന്നുണ്ടായിരിക്കും. യൂസ് ടു റൺ പ്രോഗ്രാം ആൻഡ് സ്റ്റോർ ഡാറ്റ വൈൽ വർക്കിംഗ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഡാറ്റ എന്ത് ചെയ്യാനും, ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ തന്നെ അറ്റ് എ ടൈം പ്രോഗ്രാം റൺ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റോമിലെന്ന് പറയുമ്പോൾ അതിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എപ്പോഴും സ്റ്റോർ ആയിട്ടിരിക്കുക. പിന്നെ സെക്കൻഡറി സ്റ്റോറേജ്, ഹാർഡ് ഡിസ്ക് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഡാറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ആവാൻ വേണ്ടിയിട്ടാണ് ഹാർഡ് ഡിസ്ക് ഒക്കെ ഉള്ളത്. ഇപ്പോൾ ചില സിസ്റ്റത്തിലൊക്കെ സോഫ്റ്റ്വെയറിൻ്റെ അപ്ഡേറ്റ്സ്, അതിൻ്റെ കാര്യങ്ങൾ, സോഫ്റ്റ്വെയറിൻ്റെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ആവും. അതിനൊരുപാട് കപ്പാസിറ്റി വേണം. ഹാർഡ് ഡിസ്ക് ഡ്രൈവും ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവും ഉണ്ട്. ഫാസ്റ്ററാണ്, അതുപോലെ മൂവ് ചെയ്യുന്ന പാർട്സ് ആണ്, ഒരുപാട് ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ സ്റ്റോറേജ് നിങ്ങൾക്ക് അറിയാം, CD, DVD എന്നൊക്കെ പറയുന്നത് നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്നു. അതെന്താ, ചെറിയ ഒരു ലേസർ ലൈറ്റ് ടു റീഡ് ആൻഡ് റൈറ്റ് ഡാറ്റ. ലേസർ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് അതിലേക്ക് ഡാറ്റ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും. പിന്നെ മ്യൂസിക്, മൂവീസൊക്കെ നമ്മൾ അതിൽ സ്റ്റോർ ചെയ്യാറുണ്ട് പണ്ട്. പോർട്ടബിൾ സ്റ്റോറേജ് നിങ്ങൾക്ക് അറിയാം, പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നത് എഴുതി വെച്ചാൽ മതി. ഈസിയാണ്, ക്യാരി ചെയ്യാൻ ഈസിയാണ്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ എഴുതി വയ്ക്കുക. ക്ലൗഡ് സ്റ്റോറേജ് മിസ് പറഞ്ഞു. ഗൂഗിൾ ഡ്രൈവ്, വൺ ഡ്രൈവ്, ഡ്രോപ്പ് ബോക്സ് എന്നൊക്കെ പറയും. സ്റ്റോർസ് യുവർ ഡാറ്റ ഓൺ ദി ഇൻ്റർനെറ്റ്. ഇത്രയും നേരം നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നു, അവിടെ സ്റ്റോർ ചെയ്യുന്നു, ഇവിടെ സ്റ്റോർ ചെയ്യുന്നു പറയും. ഇത് സ്റ്റോർ ചെയ്യുന്നത് ഇൻ്റർനെറ്റിലാണ്, ക്ലൗഡിലെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും അത് ആക്സസ് ചെയ്യാം. യു ക്യാൻ ആക്സസ് ഇറ്റ് ഫ്രം എനി ഡിവൈസ് എനിവർ. ഈ ലോകത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് ഡിവൈസിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഓഫേഴ്സ് ബാക്കപ്പ് ആൻഡ് ഷെയറിംഗ് ഓപ്ഷൻ സേഫ്ലി. ഇനി ബാക്കപ്സും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാനും പറ്റും. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ മിസ് ഒരു ബോക്സിലാക്കി ഇട്ടിരിക്കുന്നതാണ് ഇത് കേട്ടോ. പ്രൈമറി സ്റ്റോറേജ് റോമാണ്, കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലാണ്. പർപ്പസ് എന്താ, ടെമ്പററി ആയിട്ട് സ്റ്റാർട്ടപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡറി സ്റ്റോറേജ് ഉണ്ട്, ഒപ്റ്റിമൽ ഉണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതൊന്ന് വായിച്ചു നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ, പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് മെഷീൻ ലാംഗ്വേജ്. നമ്മൾ നേരത്തെ ഹൈ ലെവൽ ലാംഗ്വേജ് പറഞ്ഞു, അത് ഇതിൽ ഒരെണ്ണം കേട്ടോ. C++, ജാവ എന്നൊക്കെ പറയുന്നത് മെഷീൻ ലാംഗ്വേജ് ഉണ്ട്. പണ്ട് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ 0യും 1ഒക്കെയാണ് ഈ കമ്പ്യൂട്ടറിന് അറിയുള്ളൂ. അത് തന്നെയാണ് മെഷീൻ ലാംഗ്വേജ്. ബൈനറി കോഡ്സ് ആണ് യൂസ് ചെയ്യുക. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് കോഡ്സ് ആണ്, നമ്മൾ നിമോണിക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ആഡ്, സബ്, മൾട്ടിപ്ലിക്കേഷൻ, മള്ള് അങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഹൈ ലെവൽ ലാംഗ്വേജ് മിസ് നേരത്തെ പറഞ്ഞ പോലെ 4th ജനറേഷൻ ലാംഗ്വേജ് ഉണ്ട്, അത് SQL, ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ളത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ഉണ്ട്, അതിൽ ഫുൾ ഒബ്ജക്റ്റും ക്ലാസ്സസും ആയിരിക്കും. അത് നിങ്ങൾക്ക് കൂടുതൽ അറിയില്ല, അപ്പം എൻ്റെ മക്കൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ, C++ഉം ജാവയും എക്സാമ്പിളാണ്. 16th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചാർട്ട്സ് ഇൻ MS Excel, വാട്ട് ആർ ദ ബേസിക് ഫീച്ചർ ഇൻ ഇറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയില്ല, ചാർട്ട് എന്താണെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ എന്ത് എഴുതണം, MS Excel എന്താണെന്ന് എഴുതി വെക്കണം. MS Excel എന്താണെന്ന് അറിയാലോ. MS Excel എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് കണ്ടുപിടിച്ചതാണ്. എക്സലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റോയും കോളൊക്കെ ആയിട്ടാണ് ഡാറ്റ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്, സമ്മ്, ആവറേജ് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ MS Excel ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഹെൽപ്പ് യു വർക്ക് വിത്ത് നമ്പേഴ്സ് ആൻഡ് ഡാറ്റ. നമ്പേഴ്സൊക്കെ ആയിട്ട് ഫോർമുലയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു MS Excel എന്ന് പറയുന്നത്. ഫുൾ ഫോം മൈക്രോസോഫ്റ്റ് എക്സൽ എന്നാണ്. ഡാറ്റേനെ സ്റ്റോർ ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനും കാൽക്കുലേറ്റ് ചെയ്യാനും അനലൈസ് ചെയ്യാൻ വെച്ചാൽ നമ്മൾ പറഞ്ഞു 1000 റെക്കോർഡ് ഉണ്ടെങ്കിൽ ഓരോ റെക്കോർഡിലും പോയിട്ട് എനിക്ക് ഓരോന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഡാറ്റേനെ എടുക്കാൻ വേണ്ടിയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. MS Excel റോയും കോളോ ആയിട്ടാണ് അതിൽ സ്പ്ലിറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിലെങ്ങനെ നമ്മൾ ചാർട്ട് എടുക്കുക, ഇൻസേർട്ടിൽ പോവുക, ചാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. പല ടൈപ്പ് ചാർട്ട് നമുക്കറിയാം, കോളം, പൈ ചാർട്ട്, ലൈൻ ചാർട്ട്, ബാർ ചാർട്ട്, അങ്ങനെ കുറേ അറിയാം. അതുപോലെ തന്നെ ഗ്രാഫുകളും ഉണ്ട്. ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്താ, ചാർട്ട് ടൈറ്റിൽ, ലെജൻഡ്, ഡാറ്റ, ലേബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ചാർട്ടിൽ വെച്ചിട്ട് ഒരുപാട് ഡാറ്റയാണ് നമുക്ക് കമ്പയർ ചെയ്യാം. എക്സാമ്പിളാണ് മിസ് പറഞ്ഞ്, പണ്ട് നിങ്ങൾ സോഷ്യലിലൊക്കെ പഠിക്കുമ്പോൾ നിങ്ങളോട് പറയും പോപ്പുലേഷൻ, കേരളത്തിലെ 2011 പോപ്പുലേഷനാണ് ഇത്ര ശതമാനം കൂടി, ഇതിൽ ഇത്ര ശതമാനം കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറേ ചാർട്ടും ഗ്രാഫൊക്കെ കാണാം. ഇപ്പോൾ എക്സാമ്പിൾ ഇവിടെ മിസ് പിക്ചർ തരുന്നുണ്ട്, എന്നാലും ഞാൻ ജസ്റ്റ് വരച്ചേക്കും. ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നിട്ട് ഇങ്ങനെ കുറേ ബോക്സസൊക്കെ, ഇതൊക്കെ നിങ്ങൾ സോഷ്യലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും പണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൽ കുറേ ഇയറൊക്കെ 2010, 2020 എന്നൊക്കെ പറഞ്ഞ് എഴുതി വയ്ക്കും. ഇതൊക്കെയാണ് ചാർട്ട് എന്ന് പറയുന്നത്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള ഒരു കറുള്ള ഗ്രാഫ് ഇങ്ങനെ കയറി പോവുക. ഓക്കെ, പണ്ട് നമ്മളിപ്പോൾ എക്സും വൈ ഒക്കെ നമ്മൾ ജോയിൻ ചെയ്തിട്ട് പോയിൻറ്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഗ്രാഫ് വരച്ചിട്ടില്ലേ, ഇതൊക്കെയാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഴുതി വയ്ക്കുക, വരച്ച് വയ്ക്കുക.
എ ചാർട്ട് ഷോ ഡാറ്റ ഇൻ പിക്ചേഴ്സ് ഓർ സിമ്പിൾ ടു മേക്ക് ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. എ ഗ്രാഫ് ഷോ ഹൗ ടു തിങ്സ് ആർ റിലേറ്റഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ ചാർട്ട് വരയ്ക്കുമ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ചൊന്നും റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടൊന്നും കാണിക്കുന്നില്ല. കണ്ട, ഇത്ര കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ. 2010 2020 എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എക്സ് വൈ എന്ന് പറഞ്ഞിട്ട് 2-4 കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മൾ എ ബി സി ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ 1 2 3 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. അങ്ങനെയാണല്ലോ ഗ്രാഫിൽ കൊടുക്കുക. അപ്പോൾ 1 2 അങ്ങനെ 2 ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രാഫ് യൂസ് ചെയ്യുന്നത്. അതാണ് പറയുന്നത് ഹൗ ടു തിങ്സ് ആർ റിലേറ്റഡ്. കണ്ട, ഇതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഹൗ ടു തിങ്സ് ആർ റിലേറ്റഡ് ഓർ ചേഞ്ച് യൂസിങ് ലൈൻസ് ഓർ ബാർസ്. ഓക്കെ. എ ചാർട്ട് ഈസ് ഫോർ ഷോയിങ് ഡാറ്റ ക്ലിയർലി, എ ഗ്രാഫ് ഈസ് ഫോർ ഷോയിങ് ചേഞ്ചസ് ഓർ കമ്പാരിസൺ. ചാർട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഡാറ്റ വളരെ ക്ലിയർ ആയിട്ട് അവർ തരും. അതുകൊണ്ടാണ് മിസ് ഇവിടെ ഇങ്ങനെ വരച്ചത്. 2020 ഇത്ര, 2040 ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് തന്നു. പക്ഷേ ഗ്രാഫിലെന്ന് പറയുന്നത് ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ എവിടെയാണ് ചേഞ്ചസ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി കുറച്ച് എക്സാമ്പിൾ പോലെ മിസ് ഇവിടെ വരച്ചിട്ടുണ്ട്. ചാർട്ടും ഗ്രാഫുകളും, ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഡോനറ്റ് ചാർട്ട്, അതിൻ്റെ അപ്പുറത്ത് ലൈൻ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം ചാർട്ട്, അങ്ങനെ രണ്ട് എക്സാമ്പിളൊക്കെ നിങ്ങൾ ജസ്റ്റ് വരച്ചിരിക്കുക. ഇനി ഞാൻ പറഞ്ഞു MS Excelനെ പറ്റി നിങ്ങൾ MS Excelനോടനുബന്ധിച്ച് എന്തുവാ നല്ലത് എഴുതിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ. MS Excel എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണത്? കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സം ആവറേജ് ഒക്കെ യൂസ് ചെയ്യാൻ. MS Excel യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർട്ടും ഗ്രാഫൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പ്രിപ്പയറിങ് റിപ്പോർട്ട്സ് ആൻഡ് ബഡ്ജറ്റ്, റിപ്പോർട്ട്സ് ഉണ്ടാക്കാൻ, ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇനി ചാർട്ടിൽ നമ്മൾ പല ആൾക്കാരുടെ പേരുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. എനിക്കത് ആൽഫബാറ്റിക്കൽ ഓർഡറിൽ വേണമെങ്കിൽ സോർട്ട് ചെയ്യാം, ഫിൽട്ടർ ചെയ്യാം. അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിലാക്കുക, അതാണ് സോർട്ടിങ് എന്ന് പറയുന്നത്. ഇനി പല ലാർജ് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഫോർമുലാസ്, ഇപ്പം ഞാൻ പറഞ്ഞു സമ്മ് കാണണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യണ ഒരു ഫോർമുല എന്ന് പറയുന്നത്, എന്ത് ഫോർമുല യൂസ് ചെയ്യുമ്പോഴും ഈക്വൽ ടു ആദ്യം എഴുതണം. എന്നിട്ട് ഇപ്പോൾ സം ആണെങ്കിൽ സം ഓഫ് എന്ന് പറഞ്ഞിട്ട് ഏത് സെല്ലിലെയാണ്, A1ലെയും B1ലെയും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ആവറേജ് ആണെങ്കിൽ ഈക്വൽ ടു ആവറേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലെ ഫോർമുല ഫംഗ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എക്സൽ വിൻഡോയിലെ കുറച്ച് ഭാഗങ്ങൾ ടൈറ്റിൽ ബാർ ഉണ്ടായിരിക്കും, ഫയൽ നെയിം കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് വേർഡിലും PPTയിലും അതുപോലെ എക്സലിലൊക്കെ ഈ ഒരു പാർട്ട് ഓഫ് ദ എക്സൽ എന്ന് പറയുന്നത് സെയിം ആവട്ടെ. ഏകദേശം എന്ന് പറയാൻ പറ്റുള്ളൂ. റിബണിൽ ഹോം, ഇൻസേർട്ട്, ഫോർമുലാസ്, ഡാറ്റയൊക്കെ ഉണ്ടാവും. വർക്ക്ഷീറ്റ് ഏരിയ, എക്സലിൽ നമുക്ക് എപ്പോഴും വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണാൻ പറ്റുക? ഇതുപോലെ കുറേ സെല്ലുകളായിട്ടാണ് നമ്മൾ എക്സലിൽ കാണുക. അതിൽ ഇവിടെ ABC എന്ന് പറഞ്ഞ് കാണും, ഇവിടെ 1 2 3 എന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ സെല്ലിൻ്റെ പേര് ചോദിച്ചാൽ ഞാൻ എന്ത് എഴുതും? B2 എന്ന് എഴുതണം. കാരണം ഇത് Bയിൽ രണ്ടാമത്തെ റോയാണ്. B എന്ന് പറഞ്ഞ കോളത്തിൽ രണ്ടാമത്തെ റോയാണ്. അപ്പോൾ ഞാൻ B2 എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ. ഇനി എക്സലിൻ്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ടേംസാണ് നിങ്ങൾക്ക് അറിഞ്ഞു വെക്കേണ്ടത്. വർക്ക് ബുക്ക്, എൻ്റയർ എക്സൽ ഫയൽ എന്ന് പറയുന്നത്. വർക്ക് ഷീറ്റ്, എ സിംഗിൾ പേജ് ഓർ ഷീറ്റ് ഇൻ എക്സൽ. അപ്പോൾ ഒരു വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ എക്സലിൽ ഇപ്പോൾ പറഞ്ഞ് ഇത്രയും കോളങ്ങളൊക്കെ ഉള്ളത്, ഇതാണ് ഒരു വർക്ക് ഷീറ്റ്. എനിക്ക് അതുപോലെ തന്നെ ഇവിടെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ ഷീറ്റ് 1 ഷീറ്റ് 2 എന്നൊക്കെ പറഞ്ഞ് കാണാം. അപ്പോൾ ഇത് വർക്ക് ഷീറ്റ്. ഈ ഷീറ്റ് 2ൽ വേറെയും വർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 2 വർക്ക് ഷീറ്റും കൂടിക്കഴിഞ്ഞാൽ അത് വർക്ക് ബുക്ക്. ഒന്നിലേറെ വർക്ക് ഷീറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നത് വർക്ക് ബുക്ക്. ആ ഒരാൾക്കാരെ പറയുന്നതാണ് വർക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. അതിൽ മിസ്സ് പറഞ്ഞ പോലെ ഓരോ കള്ളികളെയും പറയുന്ന പേര് സെല്ല്. അതിൽ മിസ്സ് പറഞ്ഞു റോ ഉണ്ട്, കോളം ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. ഓക്കെ, 1 2 3 ആണ് റോ കൊടുക്കുക, ABC ആണ് കോളം വരിക. ഇനി ഫോർമുലാസ് യൂസ് ചെയ്യുന്നത് ഈക്വൽ ടു A1 + B1 എന്ന് പറഞ്ഞാൽ A1ലും B1ലും ആരൊക്കെ ഉണ്ട് അവരൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കാണും. ഇപ്പം ഇങ്ങനെ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ഇങ്ങനെ ഒരു കോളം എടുക്കുന്നുണ്ട്. മിസ് പറഞ്ഞു ഇവിടെ A B C, ഇവിടെ 1 2 എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ A1 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് 2ഉം അതുപോലെ ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ B1 എന്ന് പറഞ്ഞിട്ട് 3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈക്വൽ ടു A1 + B1 എന്ന് പറഞ്ഞാൽ A1ൽ കിടക്കുന്ന ആൾ 2 ആണ്, B1ൽ കിടക്കുന്ന ആൾ 3 ആണ്. കണ്ടോ, Bയിൽ 1 3 ആണ്. അപ്പോൾ അത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള 5 എന്ന് പറഞ്ഞ ഉത്തരമാണ് അവിടെ വരിക. അതുപോലെ കുറച്ച് ഫങ്ഷൻസ് സമ്മ് കാണുക, ആവറേജ് കാണുക, മാക്സിമം കാണുക, അതുപോലെ ഉണ്ട്. ഇവിടെ മിന്നുണ്ട് കേട്ടോ. അറിയില്ലെങ്കിൽ ഇപ്പോഴേ പഠിച്ചോളൂ. സമ്മ്, ആവറേജ്, മാക്സ്, മിന്ന് എന്ന് പറയുന്നതൊക്കെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എക്സലിൽ യൂസ് ചെയ്യുന്നതാണ്. ഇനി ചാർട്ടുകൾ, കോളം ചാർട്ട്, പൈ ചാർട്ട്, ലൈൻ ചാർട്ട്, ബാർ ചാർട്ട് എന്നൊക്കെ പറയും. MS എക്സലിൻ്റെ ഉപയോഗങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം, ഓർഗനൈസ് ചെയ്യുക. ഡാറ്റ എങ്ങനെ ഓർഗനൈസ് ചെയ്ത് നല്ല ഭംഗിയിൽ എടുത്ത് വയ്ക്കുക.
അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, ഡാറ്റേനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. വിഷ്വൽ റെപ്രസെൻറ്റേഷൻ, അതാണ് ചാർട്ടും ഗ്രാഫൊക്കെ ആയിട്ട് നമുക്ക് ഒരു 1000 റെക്കോർഡിനെ വേണമെങ്കിൽ നമുക്ക് ഈ ചാർട്ടും ഗ്രാഫായിട്ട് ഡിനോട്ട് ചെയ്ത് കാണിക്കാൻ പറ്റും. നിങ്ങൾക്ക് ബിസിനസ്സിനൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ആവശ്യം വരും. ഇനി എക്സൽ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് ഇങ്ങനൊരു എക്സലിലാണ്. നിങ്ങളുടെ ഇപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ അറ്റൻഡൻസ് കൊടുക്കുന്നത് ഇതുപോലെ ഇതിൻ്റെ ഒരു ഷീറ്റിലാണ്, ഇൻറ്റേർണൽ മാർക്ക് അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ഷീറ്റിലാണ്. അങ്ങനെ ഇനി എക്സ്പെൻസ് ഒരു മാസത്തിൽ ഉണ്ടാവുന്നത് ഇതിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാം, സാലറി കാൽക്കുലേറ്റ് ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താണെന്ന്. അത് ഓൾറെഡി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചോദിച്ചാലും ആദ്യം സോഫ്റ്റ്വെയർ എന്താണെന്ന് പറയണം. സെറ്റ് ഓഫ് പ്രോഗ്രാമാണ്, ഇൻസ്ട്രക്ഷനാണ്, കമ്പ്യൂട്ടറിനോട് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയർ ഇല്ലെങ്കിൽ അതിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. ഇൻടാഞ്ചിബിൾ ആണ്, ഇൻസ്ട്രക്ഷൻസ് അപ്ഡേറ്റ് ചെയ്യുക, അതാണ് ഇതാണെന്നൊക്കെ പറയാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ കുറച്ച് എക്സാമ്പിൾ മിസ് പറഞ്ഞു. MS വേർഡ്, MS എക്സൽ, MS പവർ പോയിൻറ്റ്. സിസ്റ്റം സോഫ്റ്റ്വെയർ വിൻഡോ, ലിനക്സ് ഒക്കെ മിസ് പറഞ്ഞിരുന്നു കേട്ടോ. ഇനി എക്സ്പ്ലെയിൻ ഫോർമുല ആൻഡ് ഫംഗ്ഷൻ ഇൻ എക്സൽ. അതും നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നേരെ പോകണം ഇങ്ങോട്ട് എന്താണ് എക്സൽ എന്നുള്ളത് എഴുതുക. എന്താണ് എക്സൽ? മൈക്രോസോഫ്റ്റ് ആണ് കണ്ടുപിടിച്ചത്. എക്സൽ എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് ഫോർമുല ഫംഗ്ഷനൊക്കെ ഏകദേശം കിട്ടും. ഫോർമുല എന്ന് പറയുന്നത് ഫോർമുലാസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ എഴുതിക്കുക. സമ്മ്, ആവറേജ്, മാക്സ്, മിന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈക്വൽ ടു വേണം എല്ലാത്തിൻ്റെ മുൻപിലും എഴുതാൻ. ഈക്വൽ ടു ആവറേജ് ഓഫ് ഏത് 2 സെല്ലുകളിലാണ് ആവറേജ് കാണേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം സെല്ലുകളിലെ കാണണം, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും കേട്ടോ. ഇനി ഹൗ ടു ഇൻസേർട്ട് വേർഡ് ആർട്ട് ഇൻ MS പവർ പോയിൻറ്റ്. MS പവർ പോയിൻറ്റിൽ എങ്ങനെയാണ് വേർഡ് ആർട്ട് എന്ന് പറഞ്ഞാൽ പല വേർഡുകളും നല്ല ഭംഗിയിൽ കാണണം. അതിന് MS പവർ പോയിൻറ്റ് ഇപ്പോൾ എന്താണെന്ന് ആദ്യം എഴുതി വയ്ക്കുക. MS പവർ പോയിൻറ്റ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കിയതാണ്. നമുക്ക് സ്ലൈഡ് ഷോസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ടീച്ചിങ്ങിനായാലും ബിസിനസ് മീറ്റിങ്ങിനായാലും സെമിനാറിനായാലും പ്രൊജക്റ്റിനായാലും സ്ലൈഡ് ഷോ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആളാരാണ്? നമ്മുടെ പവർ പോയിൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഉണ്ടാക്കിയത് മൈക്രോസോഫ്റ്റ് ആണ്. അപ്പോൾ അല്ലെങ്കിൽ സിമ്പിൾ ഡെഫിനിഷനായിട്ട് MS പവർ പോയിൻറ്റ് ഈസ് എ പ്രോഗ്രാം ദാറ്റ് ഹെൽപ്പ് യു മേക്ക് വിഷ്വൽ പ്രസൻറ്റേഷൻ യൂസിങ് സ്ലൈഡ് വിത്ത് ടെക്സ്റ്റ്, ഇമേജ്, ചാർട്ട്സ് ആൻഡ് ആനിമേഷൻ. ആനിമേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല നല്ല സ്ലൈഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഇനി അതിൻ്റെ മെയിൻ യൂസ് ക്ലാസ് റൂമിലൊക്കെ യൂസ് ചെയ്യാം, ബിസിനസ് പ്രസൻറ്റേഷന് യൂസ് ചെയ്യാം. എനിക്ക് ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ എന്ത് വേണമെങ്കിലും പ്രസൻറ്റേഷനിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ചാർട്ട് ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ, നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചത് എല്ലാത്തിലും നിങ്ങൾക്ക് എഴുതി വയ്ക്കാൻ പറ്റും. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ അതേ കാര്യങ്ങൾ പവർ പോയിൻറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക. ടൈറ്റിൽ ബാർ ഉണ്ട്, പ്രസൻറ്റേഷൻ്റെ നെയിം കൊടുക്കാൻ വേണ്ടിയിട്ട് റിബൺ ഉണ്ട്, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ട്രാൻസിഷൻ, ആനിമേഷൻ, ഇതൊക്കെ വരുന്ന ആൾ. സ്ലൈഡ് പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ തമ്പനയിലായിട്ട് കാണിക്കേണ്ടത്? സ്ലൈഡ് പാനൽ സൈഡിലായിട്ട് കാണുന്നതാണ് ഇപ്പോഴത്തെ കറണ്ട് ആയിട്ടുള്ള സ്ലൈഡ് നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ സ്റ്റാറ്റസ് ബാർ ഉണ്ട്, എത്ര സ്ലൈഡ്സ് ടോട്ടൽ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാൻ. MS പവർ പോയിൻറ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. സ്ലൈഡ്സ് ഉണ്ട്. ഓരോ സ്ലൈഡ് എന്ന് പറയുന്നത് ഓരോ പേജാണ് പ്രസൻറ്റേഷനിൽ. ടെക്സ്റ്റ് ആൻഡ് ഫോർമാറ്റിംഗ് എല്ലാത്തിലും പറയുന്ന പോലെ ഫോണ്ട് കളറ്, ഫോണ്ട് സൈസ്, ഫോണ്ടിൻ്റെ സ്റ്റൈല് ഒക്കെ മാറ്റാൻ പറ്റും. അലൈൻമെൻറ്റ് മാറ്റാൻ പറ്റും. ഇമേജ് ആൻഡ് മൾട്ടിമീഡിയ, എനിക്ക് പിക്ചർ, വീഡിയോ, ഓഡിയോ എന്ത് വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. ചാർട്ട് ആൻഡ് ഗ്രാഫ്, അതും ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ആനിമേഷൻ, ഓരോ സ്ലൈഡിലും ഓരോ പിക്ചേഴ്സ് എങ്ങനെ മൂവ് ചെയ്യണം. ട്രാൻസിഷൻ, ഓരോ സ്ലൈഡുകളും തമ്മിൽ എങ്ങനെ മൂവ്മെൻറ്റ് വരണം. ആഡ് എഫക്റ്റ് വെൻ മൂവിങ് ഫ്രം വൺ സ്ലൈഡ് ടു അനദർ, ഇത് എപ്പോഴും ഓർമ്മയിൽ വെച്ചോളാം. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള ടെക്സ്റ്റും ഇമേജൊക്കെ എങ്ങനെ മൂവ് ചെയ്യണം. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സ്ലൈഡ്സും തമ്മിൽ എങ്ങനെ മൂവ് ചെയ്യണം. എങ്ങനെയാണ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുക? MS പവർ പോയിൻറ്റിലെ ന്യൂ പ്രസൻറ്റേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നിട്ട് അതിൽ തന്നെ സ്ലൈഡ് ലേഔട്ട് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ടായിരിക്കാം. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ലേഔട്ട് ചൂസ് ചെയ്ത് ഇമേജും ടെക്സ്റ്റൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഫോർമാറ്റിംഗ് എന്ന് പറയുമ്പോൾ മിസ് പറഞ്ഞു, എന്തെങ്കിലും ടേബിളോ ചാർട്ടോ ഇമേജോ ഇൻസേർട്ട് ചെയ്യാം. ഫോണ്ട് സ്റ്റൈല് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ അത് സേവ് ചെയ്യാം. ഇനി MS പവർ പോയിൻറ്റിനോടുള്ള കുറച്ച് അഡ്വാൻറ്റേജസ്. പ്രസൻറ്റേഷൻസ് ഒന്നും കൂടി അട്രാക്റ്റീവ് ആക്കും, പ്രൊഫഷണൽ ആക്കും. പിന്നെ ആ കോൺസെപ്റ്റ് നന്നായി മനസ്സിലാക്കാൻ സാധിക്കും. ഇമേജസ്, മൾട്ടിമീഡിയ ഒക്കെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ സ്ലൈഡ്സൊക്കെ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. വേർഡ് ആർട്ട് കിടക്കുന്നത് എവിടെയാണ്? ഇൻസേർട്ടിലാണ് വേർഡ് ആർട്ട് കിടക്കുന്നത്. വേർഡ് ആർട്ട് സ്റ്റൈൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഓരോ ടെക്സ്റ്റും നല്ല ഭംഗിയിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണ് മെയിൽ മെർജ്, എന്താണ് അതിൻ്റെ സ്റ്റെപ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മെയിൽ മെർജ് നോർമലി വരുന്നത് നമ്മുടെ MS വേർഡിലാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം MS വേർഡിനെ പറ്റി എഴുതിക്കുക. കിട്ടുന്നില്ലെങ്കിൽ പിന്നെ മെയിൽ അയക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ലെറ്റർ അയക്കുക, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് എഴുതി വയ്ക്കുക. ഒന്നും അറിയുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനാണ് മിസ്സ് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഓർമ്മ വരുന്നില്ലെങ്കിൽ ഇവിടെ
Mail merge helps to send personalized letters or email to many recipients using one template. ഞാൻ ഒരു ലെറ്റർ ഉണ്ടാക്കണുള്ളൂ, എനിക്ക് 1000 പേർക്ക് അയക്കണം. ഈ സെയിം ലെറ്റർ തന്നെ അയക്കേണ്ടത്. എനിക്ക് ഓരോ ആൾക്കും പോയി ടൈപ്പ് ചെയ്യണോ? വേണ്ട. ഒരൊറ്റ ലെറ്റർ ഒരുപാട് പേർക്ക് ഒരുപാട് റെസിപ്റ്റൻസിനെ എനിക്ക് അയക്കണമെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷനാണ് മെയിൽ മെർജ് എന്ന് പറയുന്നത്. ഒരു മെയിൽ എല്ലാവർക്കും മെർജ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മെയിൽ മെർജ് ഇസ് എ ഫീച്ചർ ഇൻ MS വേർഡ്. അതുള്ളത് MS വേർഡിലാണ്. ദാറ്റ് ഹെൽപ്പ് യു സെൻഡ് ദ സെയിം ഡോക്യുമെൻറ്റ് ടു മെനി പീപ്പിൾ. ഓക്കെ, ഇനി സിമ്പിൾ ഡെഫിനേഷൻ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഒരു ടെംപ്ലേറ്റ് ഡോക്യുമെൻ്റ് ഉണ്ടാക്കുക, ഓരോരുത്തരുടെ പേര് അഡ്രസ്സൊക്കെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. മൾട്ടിപ്പിൾ ആൾക്കാരെ നമുക്ക് മെയിൽ മെർജിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ സെൻഡ് ചെയ്യുക. മെയിൽ മെർജ് യൂസ് ചെയ്യണത് സെൻഡിങ് ലെറ്റേഴ്സ് ടു മൾട്ടിപ്പിൾ റെസിപ്റ്റൻസ്, ക്രിയേറ്റിംഗ് സർട്ടിഫിക്കറ്റ്സ് ഓർ അവാർഡ് വിത്ത് ഡിഫറെൻറ്റ് നെയിം. ഒരുപാട് 1000 സർട്ടിഫിക്കറ്റ് എനിക്ക് ഉണ്ടാക്കണം, എല്ലാവർക്കും ഇരുന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റും? ഇല്ല. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെയിൽ മെർജ്. ഇൻവിറ്റേഷൻ വയ്ക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതിലെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് മെയിനായിട്ടൊരു ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും. അതിൽ ലെറ്റർ ആവാം അയക്കാനുള്ളത്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ ഇമെയിൽ ആവാം. 1000 പേർക്ക് അയക്കാനുള്ളത്. ഡാറ്റ സോഴ്സ് എന്ന് പറയുന്നത് നമ്മളതിൽ ആഡ് ചെയ്യുന്ന നെയിം, അഡ്രസ്സ്, ഇൻഫോർമേഷൻ അതൊക്കെ നമ്മൾ ഒരു CSV ഫയലായിട്ടോ അല്ലെങ്കിൽ Excel ഫയലായിട്ടോ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യും. മെർജ് ഫീൽഡ്, പ്ലേസ് ഹോൾഡേഴ്സ് ലൈക്ക് നെയിം, അഡ്രസ് വിച്ച് ഗെറ്റ് റീപ്ലേസ്ഡ് വിത്ത് ആക്ച്വൽ ഡാറ്റ ഫ്രം ദ ഡാറ്റ സോഴ്സ്. നമ്മൾ അതിൽ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ സോഴ്സ് എന്നുള്ള നെയിമും അഡ്രസ്സും ഓട്ടോമാറ്റിക്കലി ഇതിലേക്ക് വരും മെർജ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. സ്റ്റെപ്പ്: MS വേർഡ് ഓപ്പൺ ചെയ്യുന്നു. മെയിൽ മെർജ് എപ്പോഴും ഉണ്ടാവുക മെയിലിംഗ് ടാബ് എന്ന് പറഞ്ഞിട്ടൊരു ടാബിലായിരിക്കും. അതിൽ മെയിൽ മെർജ് എടുക്കുക. അതിൽ ലെറ്റർ ആണെങ്കിൽ ലെറ്റർ സെലക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഓപ്ഷൻസ് വരും. അതിൽ റെസിപ്ഷൻസ് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഓരോ മെർജ് ഫീൽഡ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയിം അഡ്രസ്സായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് നിങ്ങളത് എന്ത് ചെയ്യുക, ലാസ്റ്റായിട്ട് ഫിനിഷ് ആൻഡ് മെർജ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സെൻഡ് ഇമെയിൽ അല്ലെങ്കിൽ പ്രിൻറ്റ് ഡോക്യുമെൻറ്റ് കാണാം. ഇപ്പോൾ ഇൻവിറ്റേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രിൻ്റ് ആവാൻ വേണ്ടി ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. പുറത്തേക്കൊരു പ്രിൻറ്റ് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ സെൻഡ് ഇമെയിൽ കൊടുക്കാം. മെയിനായിട്ട് ആലോചിക്കേണ്ട കാര്യം, മെയിൽ മെർജ് എന്ന് പറയുന്നത് ഒരൊറ്റ ഡോക്യുമെൻറ്റ് 1000 പേർക്ക് അയക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. 1000 എന്നല്ല, മോർ ദാൻ 1 പീപ്പിൾക്ക് നമുക്ക് അയക്കാൻ യൂസ് ചെയ്യാൻ പറ്റും. അത് കിടക്കുന്നത് മെയിലിംഗ് ടാബിലാണ്. അത് MS വേർഡിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് എക്സൽ ഫോർമുല നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താണ് MS എക്സലിന് എഴുതണം. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക. പിന്നെ എക്സൽ ഫോർമുലേൻ്റെ കാര്യം. അപ്പോൾ എന്താണ് ഫോർമുല ബാർ എന്ന് എഴുതണം. ഫോർമുല ബാർ നിങ്ങൾക്ക് പറയാം, നമ്മൾക്ക് എന്തൊരു ഡീറ്റെയിൽസ് ആണെങ്കിലും വ്യൂ ചെയ്യാനും എൻ്റർ ചെയ്യാനും എഡിറ്റ് ചെയ്യാനും പറ്റുന്നതാണ് ഫോർമുല ബാർ. നമ്മൾ കുറേ ഫോർമുലാസൊക്കെ എഴുതുന്ന ഭാഗം അവിടെ ഇപ്പോൾ നമ്മൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ എഡിറ്റ് ചെയ്യാറുണ്ട്. ഇനി എല്ലാ കണ്ടൻറ്റും അവിടെ കാണാൻ പറ്റും. അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാം. പുതിയ ഫംഗ്ഷൻസ്, FX ബട്ടൺ എന്നൊക്കെ ഉണ്ടാവും. പുതിയ ഫംഗ്ഷൻസൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. എങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കുക, ഏത് സെല്ലിലാണോ നിങ്ങൾക്ക് വേണ്ടത് നമ്മൾ ആദ്യം സെല്ല് ക്ലിക്ക് ചെയ്യും. ആ സെല്ല് ക്ലിക്ക് ചെയ്തിട്ട് നേരെ നമ്മൾ പോകുന്നത് ഫോർമുല ബാറിൻ്റെ അടയ്ക്കുക. അവിടെ പോയിട്ട് നമ്മൾ ഇക്വേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതൊക്കെ പറയുക, സമ്മോ ആവറേജോ മിന്നോ അല്ലെങ്കിൽ മാക്സൊക്കെ എനിക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ എക്സാമ്പിൾസൊക്കെ കൊടുക്കുക. ഇനി ഓൾറെഡി അവിടെ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ അത് മോഡിഫൈ ചെയ്യുക. എന്താ ചെയ്യുക, അവിടെ പോയി സെലക്ട് ചെയ്യുക, ബാക്ക് സ്പേസോ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ എഡിറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ മോഡിഫൈങ് ഫോർമുല പറഞ്ഞാൽ ക്ലിക്ക് ദ സെൽ വിത്ത് ദ ഫോർമുല. ഫോർമുലയുള്ള സെല്ലിൽ തന്നെ നമ്മൾ മാറ്റങ്ങൾ വരുത്താനാണ് മോഡിഫൈങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമുലയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ ചേഞ്ചസ് വരുത്തുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അത്രയും ക്വസ്റ്റ്യൻസാണ് മിസ് ഇതിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലും കൂടി മിസ് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫാസ്റ്റ് ആയൊന്നും എനിക്കറിയില്ല. ഞാൻ ഒരുപാട് സമയം നിങ്ങൾ ആരും ഇതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പെട്ടെന്ന് മിസ് പറഞ്ഞു നിർത്തിയേക്കുന്നത് കേട്ടോ. ഒരു വീഡിയോയും കൂടി മിസ് എന്തായാലും ഷെയർ ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളതൊക്കെ കാണുക. പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പഠിക്കുക. പറ്റുമെങ്കിലല്ല, എന്തായാലും പഠിക്കുക. സമയം എടുത്ത് പഠിക്കുക.